ഒരു ദേശത്തിൻ്റെ കഥയിൽ നിന്ന്. എന്താ സ്ത്രീകൾക്ക് ആഭരണം ധരിക്കാൻ പാടില്ലെന്ന് ഗവർണർ സാഹിബിൻ്റെ കൽപ്പനയുണ്ടോ? കൗമ്പൗണ്ടർ ഒരു പരിഹാസച്ചോദ്യം തൊടുത്തുവിട്ട് മുറ്റത്തെ ബഹുജനത്തെ ഒന്ന് നോക്കി. ബഹുജനം കൗമ്പൗണ്ടറുടെ രസികൻ ചോദ്യത്തെ അഭിനന്ദിച്ച് ചിരിച്ചു തലയാട്ടി. സ്ത്രീകൾക്ക് സ്വന്തം പൊന്നും പണ്ടവും ഇട്ട് നടക്കാം, ഒരു വിരോധവുമില്ല, പോലീസുകാരൻ വിശദീകരിച്ചു. ഈ സ്ത്രീയുടെ പൊന്നും പണ്ടവും സ്വന്തമല്ലെന്ന് ആര് പറഞ്ഞു? കൗമ്പൗണ്ടറുടെ ചോദ്യം. പോലീസുകാരൻ കുറച്ചു നേരത്തേക്ക് മൗനമവലംബിച്ചു. മുറ്റത്തെ ബഹുജനം തീർച്ചയാക്കി കൗമ്പൗണ്ടർ ചുവന്ന തൊപ്പിയെ നിലംപരിശയാക്കിയെന്ന്. അപ്പോൾ കോൺസ്റ്റബിൾ കുഞ്ഞിക്കണ്ണൻ നമ്പ്യാർ നീണ്ട പ്രസ്താവനയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. എനിക്കിതെല്ലാം നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട, എന്നാലും ഞാൻ പറയാം എന്നൊരു മുഖവരിയോടുകൂടി കോൺസ്റ്റബിൾ പ്രസംഗം ആരംഭിച്ചു. പട്ടാള ക്യാമ്പിലെ കുശിനിക്കാരൻ കുഞ്ഞാണ്ടി വലിയൊരു പണക്കാരൻ മാപ്പിളയുടെ വീടര് ബീബിയെ കൊന്ന് ബീബിയുടെ പണ്ടങ്ങളെല്ലാം തട്ടിയെടുത്തു. കുഞ്ഞാണ്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അയ്യോ എൻ്റെ പടച്ചോനെ, കുഞ്ഞാണ്ടിയെ പോലീസ് പിടിച്ചോ? കൂനൻ വേലു നെഞ്ഞത്തു കൈവച്ച് തേങ്ങിക്കരഞ്ഞു. ആച്ച അപ്പോഴും ഹിച്ചിരി മന്ത്രം ഉരുവിട്ടുകൊണ്ടിരുന്നു. പോലീസുകാരൻ അതൊന്നും ശ്രദ്ധിക്കാതെ പ്രസംഗം തുടർന്നു. ലോക്കപ്പിൽ വെച്ച് പോലീസ് ഇൻസ്പെക്ടർ കുഞ്ഞാണ്ടിയോട് ചോദിച്ചു, എവിടെ ഉമ്മച്ചിയുടെ പണ്ടങ്ങൾ? കുഞ്ഞാണ്ടി ആദ്യം ഒന്നും മിണ്ടിയില്ല. പള്ളയ്ക്ക് 2 കുത്തി കിട്ടിയപ്പോൾ അവൻ സത്യം പറഞ്ഞു. അതിരാണിപ്പാടത്ത് പാർക്കുന്ന അളിയൻ വേലുവിൻ്റെ കയ്യിൽ പണ്ടങ്ങളെല്ലാം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്. അത് കേട്ട് മുറ്റത്തെ ബഹുജനം തരിച്ചു നിന്നുപോയി. കൂനൻ വേലു ചെകിട്ടിൽ വിരൽ തിരികെ ഒന്നും കേട്ടില്ലെന്ന മട്ടിൽ ഇരുന്നു കളഞ്ഞു. ഈ പണ്ടങ്ങളെല്ലാം പിടിച്ചെടുത്ത് കൊണ്ടുവരാൻ